ജോസഫ് കമ്മ്യൂണിക്കേഷന്റെ അഭിവാദനങ്ങൾ. സദസ്സിനെ എന്റെ വിനീതമായ നമസ്കാരം. വലിയ സംസാരമായി ഇവൻ അവയെ എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. പ്രമുഖരും ശ്രേഷ്ഠരുമായ ജനപ്രമാണികളടങ്ങുന്ന പ്രൗഢസഭയ്ക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രകടനങ്ങൾ താമസിയാതെ ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ 2 ദിവസവും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. എന്നാൽ അവസാന ദിവസമായ ഇന്ന് അതിൻ്റെ സ്വഭാവം മാറുകയാണ്. പൊതുജനങ്ങളിൽ നിന്നും ആർക്ക് വേണമെങ്കിലും തത്സമയം യുദ്ധത്തിൽ പങ്കെടുക്കാം. വിജയികളെ കാത്തിരിക്കുന്നത് വിലയേറിയ സമ്മാനങ്ങളാണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു നാടകത്തിലെ ഒരു ഇടവക തലത്തിൽ ആ ഇടവകയിലെ അംഗങ്ങളെല്ലാം ചേർന്ന് അവതരിപ്പിച്ചൊരു നാടകത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഡയലോഗാണ്. ഈ നാടകത്തിൻ്റെ പേര് നീതിയുടെ കാവൽക്കാരൻ എന്നാണ്. ഈ നാടകത്തിൽ ഈ ഡയലോഗ് പറയുന്നത്, നീതിയുടെ കാവൽക്കാരൻ എന്ന് പറയുന്ന നാടകത്തിൽ 2 വേഷങ്ങൾ ചെയ്ത, വിദൂഷകനായും ജൈറോസായും അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട തോമസ് മാളിയേക്കൽ എന്ന് പറയുന്ന നമ്മുടെ മുൻ കൗൺസിലർ, കാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ മാളിച്ചേട്ടൻ ഡബിൾ റോളിൽ അഭിനയിച്ച നാടകം നീതിയുടെ കാവൽക്കാരൻ. അതിൽ മാളിച്ചേട്ടൻ ആദ്യം തന്നെ പറയുന്ന ഡയലോഗാണ് ഞാനിവിടെ വായിച്ചത്. ആ ഡയലോഗ് തന്നെ ഉണ്ട്. എന്തായിരുന്നാലും ഈ നാടകങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പള്ളി അങ്കണങ്ങളിൽ വളരെ സജീവമായിട്ട് നിലനിന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അതായത് പുറത്തുനിന്ന് പെരുന്നാളിനൊക്കെ വന്ന് നാടകം കളിക്കും. ഈ നാടകങ്ങൾ കാണാനായിട്ട് ആപാലവൃതം ആളുകളും വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം ആ പ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ അടുത്തറിയാവുന്ന കഥാപാത്രങ്ങളെ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ നമ്മുടെ വയസ്സായ ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ നാടകം നടക്കുന്ന നാടകപ്പറമ്പിലേക്ക് പോകും. എൻ്റെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വീട് മാമ്പ്രയിലാണ്. അവിടുത്തെ എൻ്റെ അമ്മയുടെ അമ്മ, ആൾക്ക് ഈ നാടകം എന്ന് പറഞ്ഞിട്ട് പ്രാന്ത. നാടകം എവിടെ ഉണ്ടായിരുന്നാലും ആൾ പോയി കാണും. അപ്പോൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു നാടകത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പള്ളികളിൽ നാടകം അവതരിപ്പിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വികാരിയച്ഛന്മാരുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഇതിൽ ബൈബിൾ നാടകങ്ങൾ നല്ല രസമായിട്ട് അവതരിപ്പിക്കും. ആ ഒരു കാലഘട്ടമൊക്കെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൻ്റെ വരവോടുകൂടി പോയെങ്കിലും നോർത്ത് ചാലക്കുടി സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ ഒരു നാടക ട്രൂപ്പ് വീണ്ടും ആ ഒരു കൂട്ടായ്മ തിരിച്ചുപിടിക്കുകയാണ്. ഈ മഹാജൂബിലി കാലഘട്ടത്തിൽ പുറത്തു നിന്നുള്ള കുറച്ച് പേരുടെ സഹായത്തോടു കൂടി തന്നെ, പ്രൊഫഷണലായിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളുടെ സഹായത്തോടെ, എന്നാൽ ഇടവക തലത്തിലുള്ള കലാകാരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കഴിഞ്ഞ ജനുവരിയിൽ നീതിയുടെ കാവൽക്കാരൻ എന്ന് പറയുന്ന ഒരു നാടകം ഈ ദേവാലയങ്കണത്തിൽ അരങ്ങേറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാടകമായിരുന്നു. അതിൽ നമ്മുടെ തോമസ് മാളിയേക്കൽ എന്ന് പറഞ്ഞ നമ്മുടെ മാളിച്ചേട്ടൻ ഗംഭീര പ്രകടനമായിരുന്നു. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറേയും കൂടി സീനുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു 2 മണിക്കൂറിന് മേലെ വരുന്ന ഒരു നാടകമായിട്ടാണ് ഇന്ന് 7:30 നോർത്ത് ചാലക്കുടി പള്ളിയിലെ അങ്കണത്തിൽ, പാരിഷ് ഹാൾ അങ്കണത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? തോമസ് മാളിയേക്കൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാളിച്ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 41ാം ചരമദിനമാണ്. 41ാം ചരമദിനത്തിന് തന്നെ നീതിയുടെ കാവൽക്കാരൻ എന്ന് പറയുന്ന ആ നാടകം ഇന്ന് വീണ്ടും അരങ്ങേറുകയാണ്. ചാലക്കുടിയിലുള്ള എല്ലാ നാടകപ്രേമികളെയും ഈ നാടകം കാണാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് വലിയ സംഭവം. ഇപ്പോൾ ഈ ഒരു നാടകം അവിടെ അവതരിപ്പിക്കപ്പെടുന്ന വഴി ഒരു കലാരൂപം എന്നതിനേക്കാൾ ഉപരി ആ ഇടവകയുടെ കൂട്ടായ്മ കൂടിയാണ് വർദ്ധിക്കുന്നത്. ആ ഇടവക തലത്തിൽ അതിൻ്റെ ഒരു കലാകൂട്ടായ്മ സജീവമാകും. ഒപ്പം മാത്രമല്ല, ഈ നാടകത്തിന് നാടിൻ്റെ അകത്തളങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. അതാണ് നാടകങ്ങളിലൂടെ പലതും അവതരിപ്പിക്കപ്പെടുന്നത്. പോയ നല്ല കാലങ്ങളെ ചേർത്ത് നിർത്തുവാനും നമ്മുടെ സൗഹാർദ്ദങ്ങളെയും നാടിൻ്റെ അകത്തളങ്ങളെയും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെയും ഒക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വേദികളായിട്ട് മാറുകയാണ് നാടകം. അങ്ങനെ ഒരു നാടകക്കാലം, മനോഹരമായ റിഹേഴ്സ് കാലം ഒക്കെ നോർത്ത് ചാലക്കുടി പള്ളിയിലെ ഈ പാരിഷ് ഹാൾ അങ്കണത്തിൽ അരങ്ങേറി. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിൽ അഭിനയിക്കുന്നവർ. ഇടവക തലത്തിൽ പുറത്തു നിന്നുള്ളവരൊക്കെ ഉണ്ട്. ഒരു ജോലി സമയമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ പാരിഷ് ഹാളിലെത്തുന്നു, റിഹേഴ്സൽ നടത്തുന്നു. അങ്ങനെ നാടകം അവതരിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് 7:30 ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാരിഷ് കൗൺസിൽ കേന്ദ്ര സമിതി അംഗങ്ങൾക്കും ജെഫൈസ് മീഡിയയുടെ 1000 നന്ദി അറിയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാളിച്ചേട്ടൻ്റെ ജീവൻ, മാളിച്ചേട്ടൻ ആ നാടകത്തിലുണ്ട്. അദ്ദേഹം മനോഹരമായിട്ട് നാടകങ്ങൾ അഭിനയിക്കുന്ന വ്യക്തിയായിരുന്നു. നാടക നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെപ്പറ്റി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ജൈറോസ് എന്ന് പറയുന്ന വേഷവും ഈ അവതാരകനായിട്ട് ചെയ്യുന്ന വേഷമൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടത്. ആ നാടകം വീണ്ടും അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി
സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ നാടകത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ വികാരിച്ച് നമ്മളോട് പങ്കുവയ്ക്കും. ഒപ്പം അവരുടെ റിഹേഴ്സലിലെ രംഗങ്ങളും നമുക്ക് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഇന്ന് വൈകിട്ട് 7:30 സെൻറ്റ് ജോസഫ് നോർത്ത് ചാലക്കുടി പള്ളിയിലെ പാരിഷ് ഹാളിൽ നീതിയുടെ കാവൽക്കാരൻ അരങ്ങേറുന്നു. നന്ദി, നമസ്കാരം. നോർത്ത് ചാലക്കുടി ഇടവകയിലെ സെൻറ്റ് ജോസഫ്സ് കമ്മ്യൂണിക്കേഷൻസ് ചേർന്ന് ഇവിടുത്തെ കലാകാരന്മാർ മുൻകൂട്ടി നേരത്തെയൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള കലാകാരന്മാരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന്, കൂടാതെ ചാലക്കുടി പ്രദേശത്തുള്ള കലാകാരന്മാരും കൂടെ പ്രൊഫഷണലായിട്ടുള്ളവരെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ബൈബിൾ നാടകം അവതരിപ്പിക്കുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഷിബു പുതുക്കാട്ടുകാരനാണ്. അദ്ദേഹം 2017 POCയിലെ സ്ക്രിപ്റ്റിൻ്റെ മത്സരത്തിൽ പങ്കെടുത്ത് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ആ ഒരു നാടകം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുകൂടെ ബൈബിളിനെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗം എന്ന രീതിയിൽ മഹാജൂബിലി വർഷത്തിൽ തന്നെ പ്രത്യേകമായി പുറത്ത് മറ്റുള്ള ഇടവകളിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സംരംഭമാണിത്. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് എല്ലാവരും വരണം. 19-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മണിക്ക് നോർത്ത് ചാലക്കുടി ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് ഈ പ്രോഗ്രാം, ഈ പ്രൊഫഷണൽ നാടകം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അഭിമന്യ പോളി കണ്ണുകാടൻ പിതാവിൻ്റെ ആശീർവാദത്തോടും മറ്റുള്ള സഹവൈദികരുടെ, ഇടവക വൈദികരുടെ കൂട്ടായ്മയോടും അതുപോലെ കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ്റെയും പ്രത്യേക ആശീർവാദത്തോടും കൂടെ, അനുഗ്രഹത്തോടും കൂടെയാണ് ഈ നാടകം ഇവിടെ അരങ്ങേറുന്നത്. നീതിയുടെ കാവൽക്കാരൻ എന്നാണ് ഈ നാടകത്തിൻ്റെ പേര്. ഇതിൽ പങ്കെടുത്ത് പ്രാക്ടീസ് കഴിഞ്ഞ പെരുന്നാൾക്ക്, ജനുവരി മാസത്തിലെ സെൻറ്റ് ജോസഫ് പുണ്യവാൻ്റെ പെരുന്നാൾക്ക് അവതരിപ്പിക്കുമ്പോൾ മാളിയേക്കൽ തോമസ് ഒക്കെ ഡബിൾ റോളിൽ അവതരിപ്പിച്ച വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തമായ വിധത്തിൽ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഇത് വലിയൊരു ഷോക്കായി, പെട്ടെന്ന് നിൽക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ വന്നു. എങ്കിലും പുതുജീവൻ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 41-ാം ചരമദിനം എന്ന രീതിയിലുള്ള ദിവസം തന്നെയാണ് ഇതൊരു പ്രൊഫഷണൽ നാടകം എന്ന രീതിയിലേക്ക് അരങ്ങേറുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും. അദ്ദേഹത്തെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട്, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയും ഇതിനോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും. ഈ നാടകം ഇവിടെ ഇങ്ങനെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഇടവക കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നുള്ളൊരു പങ്കാളിത്തം, ഇതിനോടുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു വെച്ചാൽ? നേരത്തെ തന്നെ ഈ ഇടവകയിൽ നാടക കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു. ആ നാടകത്തിൻ്റെ കലാകാരന്മാർ ഇവിടെ തന്നെ ഓൾറെഡി ഇവിടെ കലാകാരന്മാരായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടിച്ചേർന്ന് ഈ പുതിയൊരു സംരംഭം കൂടെ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് ഈ ഇടവകക്കാരനാണെന്നുള്ള പേരും വരുമ്പോൾ എല്ലാവർക്കും ഒരു പുത്തൻ ഉണർവാണ്. ഇടവകയുടെ ഒരു ഐക്യത്തിന് അത് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ്.